നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ്. കനത്ത മഴയിൽ മണ്ണിടിച്ചുള്ള മലവെള്ളപ്പാച്ചിൽ വീടുകളും ജീവനും സ്വത്തുമെല്ലാം കവർന്നെടുക്കുന്നു. 2018 മഹാപ്രളയം, 2019 കവളപ്പാറയും പുത്തുമലയും, 2020 പെട്ടിമലയും ഇടുക്കിയും, 2021 കൂട്ടിക്കലും കൊക്കയാറും. കണ്ണീർ മഴ തോരാത്ത ദുരന്ത ചിത്രങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തിന് ചോദിക്കാനൊന്നേയുള്ളൂ: പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ ഫലപ്രദമായി പ്രതിരോധിക്കാം? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീ സി മുരളീധരൻ, കേരള സർവകലാശാല ജിയോളജി വിഭാഗം മുൻ എമിറേറ്റ്സ് പ്രൊഫസറും തിരുവനന്തപുരത്തെ CEDയുടെ പ്രോഗ്രാം ഡയറക്ടറുമായ ഡോക്ടർ KP ത്രിവിക്രംജി, ജിയോ സയൻറ്റിസ്റ്റ് ഡോക്ടർ CP രാജേന്ദ്രൻ, CPM സംസ്ഥാന സമിതി അംഗം ശ്രീ M പ്രകാശൻ മാസ്റ്റർ എന്നിവരാണ് ഇന്നത്തെ സംവാദത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നത്. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ശ്രീ മുരളീധരിൽ നിന്ന് തുടങ്ങിയാണ്. ശ്രീ മുരളീധരൻ, തികച്ചും അപ്രതീക്ഷിതമായിരുന്നു മിനിഞ്ഞാന്നത്തെ പേമാരിയും ഉരുൾപൊട്ടലും. 30ഓളം മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത്. പുഴ കരകവിഞ്ഞൊഴുകി വീടുകളെ അടക്കം വിഴുങ്ങിയതിനും നാം മൂകസാക്ഷികളായി. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിലെ ചില പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ബുധനാഴ്ച മുതൽ വീണ്ടും അതിശക്തമായ മഴ പെയ്തു തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കേരളം എന്തുകൊണ്ട് അടിക്കടിയുള്ള ദുരന്തങ്ങൾക്ക് അടിപ്പെടുന്നു? കേരളത്തിൻ്റെയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെയും ഭൂപ്രകൃതി നന്നായി അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ വിദഗ്ധ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ സി മുരളീധരൻ, കേൾക്കാമോ? എൻ്റെ ചോദ്യം കേട്ടോ താങ്കൾ? കേൾക്കാം, പറഞ്ഞോളൂ. ഇല്ല, കേട്ടില്ല. കേരളം എന്തുകൊണ്ട് ഇങ്ങനെ അടിക്കടി ദുരന്തങ്ങൾക്ക് അടിപ്പെടുന്നു? പറയട്ടെ? യെസ്, പ്ലീസ്. ഹലോ, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ, കേൾക്കാം. പറയട്ടെ? യെസ്. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമുണ്ട്. അതായത് ക്ലൈമാറ്റിക്കലി റിലേറ്റഡ് ആയിട്ടും ഒന്ന് ജിയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടും. ഈ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ദുരന്തങ്ങളിൽ മെയിനായിട്ടും വെള്ളപ്പൊക്കം, കടൽ തീര ശോഷണം, ഇടിമിന്നൽ, മേഘവിസ്ഫോടനം, മഞ്ഞുപാളി അടർച്ച, ചുഴലിക്കാറ്റ്, ഹെയിൽ സ്റ്റോം, ചൂടുകാറ്റ്, തണുത്തുകാറ്റ്, വരൾച്ച. ഈ പറഞ്ഞ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മിക്കവാറും എല്ലാ ദുരന്തങ്ങളും കേരളം അഭിമുഖീകരിക്കുകയാണ്. പ്രത്യേകിച്ചും വെള്ളപ്പൊക്കം, കടൽ തീര ശോഷണം, ചുഴലിക്കാറ്റ് എന്നിവ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഒരു 2010 മുമ്പ് നമുക്ക് സൈക്ലോൺ അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് എന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ലായിരുന്നു. അത് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്താണ് സാധാരണ സൈക്ലോൺ കണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായി കേരളത്തിലും ഈ സൈക്ലോൺ ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടു തുടങ്ങും. ഇതിൻ്റെ എല്ലാം പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ആഗോള താപനവും
ആഗോള ഒരു ക്ലൈമറ്റിനുള്ള ചേഞ്ചസ് അത് സത്യമാണ്. ആഗോളതലത്തിൽ ഒരു ആഗോളതലത്തിൽ വെതർ ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചോളം ഒരു ജിയോളജിക്കൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ, ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ്സാണ് മെയിനായിട്ടും കണ്ടുവരുന്നത്. അതിൽ വൽക്കോനയും എർത്ത്ക്വേക്കും നമ്മൾ ഫ്രീ ആണ്. പക്ഷേ സുനാമി നമുക്ക് ഈ 2004 ഒരു സുനാമി ഉണ്ടായി. അത് സുമാത്രയിലുണ്ടായ ഒരു മഹാ എർത്ത്ക്വേക്കിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ സുനാമി അനുഭവപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ എർത്ത്ക്വേക്കിനും സുനാമിക്കും വൾക്കാനിക് ഇറപ്ഷനും ഫ്രീ ആണെന്ന് പറഞ്ഞിരുന്നാൽ പോലും നമ്മൾ സുനാമിക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. അഫ്കോഴ്സ് നമ്മൾ കേരളം ഒരു എർത്ത്ക്വേക്ക് ഒരു ഭയങ്കര രീതിയിലുള്ള ഒരു എർത്ത്ക്വേക്ക് ഉണ്ടാവുകയും ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സോണിലല്ല നമ്മൾ കിടക്കുന്നത്. നമ്മളൊരു സോൺ 3-ലാണ്. അത് മാക്സിമം 5.5 റിക്ടർ സ്കെയിലിൽ വരുന്ന ഒരു മാഗ്നിറ്റ്യൂഡിൽ വരുന്ന ഒരു സോണാണ് നമ്മൾ കേരളത്തിൽ. ഇന്ത്യയെ സംബന്ധിച്ചോളം ഏതാണ്ട് 80% ഇന്ത്യയെ സംബന്ധിച്ചോളം ഹിമാലയ റീജിയനും നോർത്ത് ഈസ്റ്റ് ഹിമാലയ റീജിയനും വെസ്റ്റേൺ ഗാട്ട്സും ഈ ഭാഗം മാത്രമാണ് ഒരു ലാൻഡ്സ്ലൈഡ് പ്രോണായിട്ടുള്ള ഏരിയ. അപ്പോൾ ഈ ഏതാണ്ട് 20% ഏരിയയാണ് ഈ വെസ്റ്റേൺ ഗാട്ട്സും ഈ ഹിമാലയ റീജിയനും കൂടെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ 80% ഏരിയ എന്ന് പറയുന്നത് ഹിമാലയമാണ്. 20% മാത്രമേ വെസ്റ്റേൺ ഗാട്ട്സ് ഉള്ളൂ. വെസ്റ്റേൺ ഗാട്ട്സും ഈസ്റ്റേൺ ഗാട്ട്സും. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുള്ള ഏതാണ്ട് 38,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണുള്ളത്. അതിൽ 48% വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. അത് ഏതാണ്ട് 18,000 സ്ക്വയർ കിലോമീറ്ററോളം വരും. ഈ 18,000 സ്ക്വയർ കിലോമീറ്റർ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന വെസ്റ്റേൺ ഗാട്ട്സ് ഏതാണ്ട് 15,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ലാൻഡ്സ്ലൈഡ് പ്രോണാണ്. ഉത്തരാഖണ്ഡിലെ ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി കാശിയും ഉത്തരാകാശിയും എല്ലാം ഒലിച്ചു പോകുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നാഷണൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ ലാൻഡ്സ്ലൈഡിൻ്റെ ഒരു ഭൂപടം ഉണ്ടാക്കുക. ലാൻഡ്സ്ലൈഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. അത് കാരണം കേരളത്തിലും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ലാൻഡ്സ്ലൈഡ് സക്സസ്ഫുൾ സോണിൻ്റെ ഒരു മാപ്പ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അത് ഏതാണ്ട് കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ പ്രൊഡക്ഷൻ വന്നാൽ മാത്രം മതി. അത് മിക്കവാറും ഈ വർഷത്തോടെ ആവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. കേരളത്തിൽ എന്തുകൊണ്ടാണ് എല്ലാ എല്ലാ മഴ സമയത്തും ഇങ്ങനെ ലാൻഡ്സ്ലൈഡും ഫ്ലഡും ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ആഗോളതാപനം ഒരു ആഗോളതലത്തിലുണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ച്. അത് കാരണം കേരളത്തിൽ മഴയുടെ ഇൻറ്റൻസിറ്റി ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചോളം ഏതാണ്ട് 3,500
500 മില്ലിമീറ്റർ മഴയാണ് ഒരു ആവറേജ് ഒരു വർഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഹെവി റെയിൻഫോൾ ഉണ്ടാകുന്നു. അത് മിക്കവാറും നമുക്ക് ഒരു വേനൽ മഴ അത് ഭയങ്കരമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാകുന്നത്. ആ വേനൽ മഴ കാരണം ഭൂമിയിലേക്ക് ഉലച്ചിരുകയും മണ്ണ് അത് സോക്ക് ചെയ്തിട്ട് അതിനെ ഒരു തരം സെമി ലിക്വിഡ് കണ്ടീഷനാക്കി വയ്ക്കും. നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഏതാണ്ട് ജൂണിൽ വരും. അത് ജൂണിൽ വന്ന് അത് മിക്കവാറും എല്ലാ സ്ഥലവും സോക്ക് ചെയ്ത് വെക്കും. ഈ ഹെവി റെയിൻഫോൾ ഒരു 10 മില്ലിമീറ്ററിന് 10 സെന്റിമീറ്ററിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കേരളത്തിൽ നമ്മുടെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 3 സോണായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കോസ്റ്റൽ സോൺ, മിഡ്ലാൻഡ്, ഹൈലാൻഡ്. ഒരു കോസ്റ്റൽ സോണിൻ്റെ ഒരു ആവറേജ് സ്ലോപ്പ് എന്ന് പറയുന്നത് 1-നും 5-നും ഇടയ്ക്ക് ആണ് സ്ലോപ്പ്. 1 ഡിഗ്രിക്ക് 5 ഡിഗ്രിക്ക് ഇടയ്ക്കിലാണ് സ്ലോപ്പ്. എന്നാൽ മിഡ്ലാൻഡിൽ അത് 35 ഡിഗ്രിയോളം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈലാൻഡിൽ 35 ഡിഗ്രിക്കും അതിന് മുകളിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ 15 ഡിഗ്രിയിൽ മുകളിലോട്ട് വരുന്ന സ്ലോപ്പായിട്ടുള്ള സ്ഥലം വൾണറബിൾ ടു ലാൻഡ് സ്ലൈഡ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ്ലാൻഡിൻ്റെ ഒരു ഭാഗവും ഹൈലാൻഡിൻ്റെ മിക്കവാറും എല്ലാ ഭാഗവും ലാൻഡ് സ്ലൈഡ് പ്രോണാണ്. ഓക്കെ സാർ, ആഗോളതാപനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകുന്നു, അത് കേരളത്തെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രമല്ല കേരളത്തിൻ്റെ ഭൂപ്രകൃതി, ഇതൊക്കെയാണ് അടിക്കടിയുള്ള ദുരന്തങ്ങൾക്ക് കാരണമെന്നാണ് താങ്കൾ പറഞ്ഞു വെച്ചത്. മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യ ഇടവേള എടുക്കുന്നു, ഉടൻ തിരിച്ചെത്താം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെ ഫലപ്രദമായി പ്രതിരോധിക്കാം ചർച്ച തുടരുന്നു. ഡോക്ടർ ത്രിവിക്രം ജി, കേരളത്തിൽ നിലവിൽ 12,000-ഓളം ഉരുൾപൊട്ടൽ മേഖലകളുണ്ടെന്നാണ് സർക്കാരിൻ്റെ കണക്ക്. അതീവ ലോല പ്രദേശങ്ങളിലാണ് ഇക്കുറിയും ഉരുൾപൊട്ടിയത്. ദുരന്ത സാധ്യത ഉണ്ടെന്നറിഞ്ഞിട്ടും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തതല്ലേ ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്? വാസ്തവത്തിൽ ഇത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ മുൻകരുതൽ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ മാത്രമല്ല, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പോലും ഇതിന് ഇച്ഛാശക്തിയും ഒരു ഉത്സാഹത്തോടും കൂടി എല്ലാ വർഷവും ഇതിന് വേണ്ട കരുതലുകൾ എടുക്കേണ്ടതാണ്. പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനം നയിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂവൽ ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മഴയാണ്. ഇത് ഉദാഹരണത്തിന് ഇന്ന് 290 മില്ലിമീറ്റർ മഴ പീരുമേടിൽ ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു 24 മണിക്കൂർ. അതിന് സമീപത്ത് 12 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയിട്ട് കേരള സർവകലാശാലയിലെ ജിയോളജി വകുപ്പിന്റെ ഒരു റെയിൻഫോൾ മോണിറ്ററിംഗ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. ഒന്നല്ല, 5 or 6 വെച്ചിട്ടുണ്ട്. അതിലൊന്ന് പീരുമേടിലെ IMD സ്റ്റേഷന്റെ മറ്റു സമീപത്താണ്. അവിടെ 216 മില്ലിമീറ്റർ മഴ 24 മണിക്കൂർ. നമ്മളതിനെ മേഘ വിസ്ഫോടനമാണെന്നോ എന്തുവേണോ പറയുക, പേരിലല്ല കാര്യം, അതിന്റെ കോൺസിക്വൻസസിലാണ്. വാസ്തവത്തിൽ നമ്മുടെ ജിയോളജിക്കൽ സർവേ ഡയറക്ടറായിരുന്ന മിസ്റ്റർ മുരളീധരൻ പറഞ്ഞ പോലെ ഈ ഗ്രൗണ്ട് സ്ലോപ്പ് ഒരു ക്രിട്ടിക്കൽ ഫാക്ടറാണ്. അതായത് നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്,
22 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങൾ വാസയോഗ്യമല്ല. കൃഷി ചെയ്യാം, അത് വേറെ കാര്യം. 22 ഡിഗ്രി സ്ലോപ്പ് എന്ന് പറയുമ്പോൾ, ചരിവെന്ന് പറയുമ്പോൾ, അത് ഹെഡ് സ്ലോപ്പ് ആയാലും ടോ സ്ലോപ്പ് ആയാലും, അതായത് മുൻപോട്ടുള്ളതായാലും പുറകോട്ടുള്ള സ്ലോപ്പ് ആയാലും 22 ഡിഗ്രിയിൽ കവിഞ്ഞാൽ വാസയോഗ്യമല്ല. 1. 2, മഴ പെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഒരു ലിമിറ്റ് വരെ നമ്മുടെ മണ്ണ്, പാറയുടെ വിഭ്രംശങ്ങൾ എല്ലാം ഇത് ആഗിരണം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ആക്വിഫർ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട്, അതായത് ഭൂജലമായിട്ട് നേരെ ഡൗൺ സ്ലോപ്പ് തന്നെ പോവും. മണ്ണിന് അടിയിൽ കൂടെ എന്ന് മാത്രമാണ്. അത് അവസാനം സമുദ്രത്തിലെത്തും. അതിനു മുന്നേ ചില നദികളിൽ കൂടെയും ഉപനദികളിൽ കൂടെയും അത് എത്തിച്ചേരും. പക്ഷെ പ്രശ്നം അതല്ല, അതൊരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഉള്ളപ്പോഴാണ്. ഇതുപോലെ 200 മേലോ 250 മില്ലിമീറ്ററോ മഴയൊക്കെ പെയ്താൽ ഈ മണ്ണിന് അടിയിലുള്ള പാറയുടെ ഇടയിലുള്ള വിള്ളലുകൾക്ക് സംഭരിച്ച് നിർത്താൻ പറ്റുന്നതിനും കവിഞ്ഞ അളവിലാണ്, തോതിലാണ് വെള്ളം വരിക. അന്നേരം ഈ പറയുന്ന എവിടെ പോയാലും മണ്ണിനടിയിൽ പാറ ഉണ്ടാവും. ഒരു വ്യത്യാസമേ ഉള്ളൂ, എത്ര ആഴത്തിലാണ് പാറ ഉള്ളത് എന്ന്. അതിലേ ഉള്ള ഒരു വേരിയബിലിറ്റി. അതായത് നമ്മുടെ ഷോല ഫോറസ്റ്റ് എന്നാണല്ലോ പറയുന്നത് കേരളത്തിലെ ഫോറസ്റ്റുകളെ. കാരണം എന്താ, ഷോല എന്ന് പറയുന്ന വാലി ബേസ്ഡ് ഫോറസ്റ്റ് ആണ്. താഴ്വരകളിലാണ് ഏറ്റവും ഇടതൂർന്ന മരങ്ങളുള്ളത്. അപ്പർ സ്ലോപ്പിലേക്ക് പോയാൽ നമ്മൾ ഗ്രാസ് ലാൻഡ് ആണ് കാണുന്നത്. എന്താണ് ഗ്രാസ് ലാൻഡ് ഉണ്ടാവാൻ കാര്യം? ഗ്രാസ് ലാൻഡ് ഉണ്ടാവാനുള്ള പ്രധാന കാര്യം മണ്ണ് വളരെ കുറവ്. അതായത് പുല്ലിന്റെ വേരിറങ്ങാനുള്ള ആഴത്തിലെ മണ്ണുള്ളൂ. അതായത് ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണ് കുറവാണ്, താഴോട്ട് വരുമ്പോൾ മണ്ണിന്റെ അളവ് കൂടുതലാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്തുവാ? പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 200 മില്ലിമീറ്ററോ 100 മില്ലിമീറ്ററോ അത്തരം മഴ ഒരു കാലവർഷത്തിന്റെ, നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലത്തിന്റെ ഏറ്റവും അവസാനം എല്ലാം കുതിർന്നിരിക്കുകയാണ്. അതിന്റെ മേലെയാണ് ഇത് കൊണ്ടുവച്ചത്. ഇത്രയും വെള്ളം വന്നു കഴിയുമ്പോൾ കുറേ വൾണറബിൾ ആയിട്ടുള്ള സോൺസ് ഉണ്ട്, ഒരു സംശയമില്ല. 22 ഡിഗ്രിയിൽ കൂടുതൽ ചായ്വുള്ള സ്ലോപ്പുള്ള പ്രദേശങ്ങളുണ്ട്. കൂടാതെ നമ്മുടെ തന്നെ ഫോർ എക്സാമ്പിൾ ഹൈവേ വേണ്ടെന്ന് ഞാൻ പറയുന്നേ ഇല്ല, പക്ഷേ അവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത് ടു വാട്ട് എക്സ്റ്റെന്റ് ഇത് ഈ പുതിയ കട്ട് ആൻഡ് ഫിൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ 1-2 പ്രാവശ്യമേ കുമിളി വഴി പോയിട്ടുള്ളൂ. അവിടെ പാറയില് തുരന്ന് കട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ഒരു കുഴപ്പമില്ല, ആ റോഡ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എവിടൊക്കെയാണോ പാറയ്ക്ക് പകരം മണ്ണ് വെട്ടിമാറ്റി, അതായത് മണ്ണെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തോളണം, നമ്മുടെ ABC ഹൊറൈസൺസ് എന്ന് പറയുന്ന 3ആയിട്ട് തിരിക്കും മണ്ണിന്. A എന്ന് പറയുന്നത് ഹ്യൂമസ് ഉള്ളതാണ്, C എന്ന് പറയുന്നത് അത് ദ്രവിച്ചു വരുന്ന പാറയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ദ്രവിച്ചു വരുന്ന പാറയുടെ ഇടയിലും മേൽമണ്ണല്ല, ബാക്കിയുള്ള Bയും Aയും ഹൊറൈസന്റെ ഇടയില് കൈനാക്ലേ എന്ന് തന്നെ പറയാം, ക്ലേയുള്ള ഒരു ലെയർ ഉണ്ട്. അതിന് താഴെ വെള്ളം പോവില്ല, ക്ലേ കൂടെ വെള്ളം പോവില്ല, ഉറപ്പാണ്. അവിടെ വരുമ്പം വെള്ളം എന്ത് ചെയ്യും? നമ്മുടെ ഒരു ഉദാഹരണത്തിന് ഒരു മണൽ കൂമ്പാരം ഉണ്ടെന്ന് വിചാരിക്കുക, കുറെ വെള്ളം ഒഴിക്കുക ഒരു ബക്കറ്റില്, ഒന്നും അതിന്റെ ഷേപ്പിന്, ആകൃതിക്ക്, ആ കോണിക്കൽ ഷേപ്പിന് ഒരു വ്യത്യാസമുണ്ട്. ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അത് തനിയെ ഡിസ്ലോഡ് ചെയ്ത് താഴോട്ട് വരും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ മഴ കാലവർഷം ഈ അതിശക്തിയോടെ പെയ്യുന്നതിന് അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചാണ്. അതായത് നമ്മൾ ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് എൻ്റെ അറിവനുസരിച്ച് എവിടെയെങ്കിലും കാർബൺ ഡയോക്സൈഡ് കണ്ടന്റ് മെഷർ ചെയ്യുന്നുവെങ്കിൽ അത് ഹവായിയൻ ദ്വീപ് സമൂഹത്തിലെ ഒരു മോനലോവ എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ്. അതായത് ഇന്നലത്തെ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് 420 പാർട്ട് പെർ മില്യൺ കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മുടെ ലോവർ അറ്റ്മോസ്ഫിയറിലുള്ളത്. ലോവർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു 12 കിലോമീറ്റർ ഉയരമെന്ന് വിചാരിച്ചാൽ മതി. ആ ഭാഗത്തുള്ള കാർബൺ ഡയോക്സൈഡ് അതിന്റെ റോൾ എന്തോ ആണ്? നമ്മൾ വേറൊന്നുകൂടെ പറയാം, നമ്മൾ എന്ത് പാഴ്വസ്തു കത്തിച്ചാലും, അതായത് ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകര് സ്റ്റബിൾ ബേണിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അതിന്റെ ക്ലിപ്പ് കണ്ടു ടെലിവിഷനിൽ. അപ്പൊ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഒരിടത്തും പോവില്ല, നേരെ ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിൽ പോയി തങ്ങി നിൽക്കും. ഭൂമിയിലേക്ക് വരുന്ന സൂര്യനിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ചൂട്
ആ ചൂടിന്റെ അത് ഒരു വേവ് ഫാമിലാണ് വരുന്നത്. ഭൂമിയിലൊന്ന് ഉപരിതലത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ ഓബ്ജക്റ്റും അതിന്റെ ടെമ്പറേച്ചർ ഉയരും. നമ്മുടെ തലയിലെ കറുത്ത മുടിയാണെങ്കിൽ അതുപോലും ചൂടാവും. എന്തിനെ ടാറിട്ട റോഡിൽ ചെരുപ്പിടാതെ നമുക്ക് നടക്കാനൊക്കില്ല. പക്ഷെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന ഈ ചൂട് മുഴുവൻ തിരിച്ചു പോകും. അതൊരു ഫിസിക്സിന്റെ പ്രിൻസിപ്പിളാണ്. ചൂട് പൊട്ടൻഷ്യൽ അതായത് അതിധ്രുവത്തിൽ നിന്ന് ന്യൂന ധ്രുവത്തിലേക്ക് കറണ്ട് പോകുന്ന ഒരു ബാറ്ററി പോകുന്ന പോലെ ഈ ഭൂമിയുടെ ഉപരിതലത്തിലെ സർവ്വ ഓബ്ജക്റ്റും സസ്യലതാദികൾ ഒഴികെ ഉള്ള വെള്ളത്തിന്റെ അവിടുന്ന് പോലും പോവാറുണ്ട്. പക്ഷെ വളരെ കുറച്ചാണ്. കാരണം വെള്ളം ആവിയായിട്ട് മുകളിലേക്ക് പോകും. മണ്ണ്, കല്ല്, ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ടോ അത് മുഴുവൻ ചൂടായിട്ട് ഈ പറയുന്ന ഹീറ്റ് തിരിച്ചു പോകുമ്പോൾ ഒരു പ്രതിഭാസം സംഭവിക്കുന്നു. എന്തുവാണത്? ഇതിന്റെ വേവ് ലെങ്ത് കൂടും. ഉള്ളിലേക്ക് വരുന്ന വേവ് ലെങ്ത് അല്ല തിരികെ പോകുമ്പോൾ. ഈ വേവ് ലെങ്ത് കൂടിയ ചൂട് കിരണങ്ങൾ, താപകിരണങ്ങൾ ഈ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. അതിന് മുമ്പന്തിയിൽ നിൽക്കുന്ന കാർബൺ ഡയോക്സൈഡാണ്. അവിടെ പോയിട്ട് ആ ലെയറിന് അപ്പുറത്ത് പോകാൻ ഒക്കില്ല, അത് തിരിച്ചു വരും. ഇങ്ങനെയാണ് നമ്മുടെ ഭൂമിയിലെ ചൂട് കൂടിയത്. അത് 1.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ കണക്ക്. ഇപ്പോൾ അത് നമ്മൾ പറയും പ്രീ ഇൻഡസ്ട്രിയൽ ഡേയ്സ് എന്ന് പറയും. അതായത് സ്റ്റീം എഞ്ചിൻ, ജെയിംസ് വാട്ട്, ഇതൊക്കെ സുപരിചിതമായ പേരുകളാണ്. ഇത് രണ്ടും വരുന്നതിന് മുമ്പും കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. അതിന്റെ അളവ്, തോത് എത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ അന്റാർട്ടിക്ക പോലുള്ള സ്ഥലത്തുള്ള ഐസിൽ നിന്ന് കോർ എടുത്തു കഴിഞ്ഞാൽ അത് പരിശോധിച്ചാൽ അതിന്റെ ഡേറ്റും അതിന്റെ ഇയറും അതിന്റെ കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റും കണ്ടുപിടിക്കാൻ പറ്റും. അതനുസരിച്ച് 270 ppm ആണ് പ്രീ ഇൻഡസ്ട്രിയൽ ഡേയ്സിലെ കാർബൺ ഡയോക്സൈഡ് കണ്ടന്റ്. ഇന്നാണെങ്കിലോ 420. ഈ കോവിഡ് കാലത്ത് പോലും മിക്കവാറും എല്ലാ ഗതാഗതവും വളരെ നന്നേ കുറവായിട്ട് പോലും 420 എത്തി. നമ്മൾ 420 നിന്ന് 270 പോയില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മൾ എല്ലാ വർഷവും ഈ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കും. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് വെസ്റ്റേൺ ഘാട്ട്, പശ്ചിമഘട്ടം എന്ന് പറയുന്ന കേരളത്തിൽ മാത്രമല്ല ഗുജറാത്ത് വരെയുണ്ട്. എന്താ അവിടെ കർണാടകയിൽ പ്രശ്നമില്ല, ഗോവയിൽ പ്രശ്നമില്ല, മഹാരാഷ്ട്രയിൽ പ്രശ്നമില്ല. കാരണം നമ്മുടെ പ്രത്യേക സ്ഥിതിയാണ്. നമ്മൾ നല്ല ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ്. പിന്നെ മൺസൂൺ മഴകൾ തന്നെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ പോലും ഗോവയ്ക്ക് വടക്ക് ഇത്രയും ശക്തിയായിട്ട് പോകുന്നില്ല. ഇവിടെയാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മൺസൂൺ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ തുലാമാസമാണ്, തുലാവർഷം തുടങ്ങിക്കഴിഞ്ഞു, ഒക്ടോബർ മാസമാണ്. എന്ത് പറ്റി? പടിഞ്ഞാറ് ഈ ന്യൂനമർദ്ദം ഡെവലപ്പ് ചെയ്ത സൈക്ലോണോ അല്ലെങ്കിൽ സൈക്ലോൺ പോലുള്ള പാത്തികളോ ഉണ്ടാകുന്നത് പോലെ അതിശക്തമായ ചുഴലിക്കാറ്റ് സൈക്ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ഉണ്ടാവുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈക്ലോൺ ഒരു വർഷം ഉണ്ടാകുന്ന 10 പ്രദേശങ്ങളിൽ ഒന്നാണ് ബേ ഓഫ് ബംഗാൾ. ഇത് വളരെ പ്രധാനം. നമ്മുടെ സാധാരണക്കാർക്കും അല്ല, ആർക്കും അറിവില്ല. ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള ചില ആളുകൾക്ക് മാത്രമേ അറിയാം. എന്താണ് അതിന്റെ കുഴപ്പം? 1977 ഓർക്കുക, തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. കാരണം എന്തുവാ? ആന്ധ്രയിൽ ഒരു സൈക്ലോൺ വന്നു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു, ആയിരക്കണക്കിന്. അതിന് ശേഷമാണ് വാസ്തവത്തിൽ ഒരു റേഡാർ ശൃംഖല തന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ, പഴയ ആന്ധ്രാപ്രദേശിന്റെ കിഴക്കേ തീരത്ത് ഗവൺമെന്റ് സ്ഥാപിച്ചു. കൂടാതെ സോക്കാൾഡ് ഈ സൈക്ലോൺ ഷെൽട്ടർ ഉണ്ടാക്കി, കോൺക്രീറ്റ് RCCയിലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. കാരണം ഈ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതിനകത്ത് പോയിരുന്ന RCC പ്രൊട്ടക്ട് ചെയ്യും. അതിനനുസരിച്ചുള്ള ഉയരവും പൊക്കവും ഡയമെൻഷൻസും എല്ലാം ഡിസൈനാണ്. അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് പറ്റി? ഈ സൈക്ലോണിന്റെ തന്നെ ഇന്റൻസിറ്റി കൂടുകയാണ്. കാരണം എന്തുവാ? ക്ലൈമറ്റ് ചേഞ്ച് തന്നെ. നമ്മൾ ഇത് അംഗീകരിച്ചേ പറ്റൂ. ഈ 420 ppm പാർട്ട് പെർ ബില്യൺ ആണ് കാർബൺ ഡയോക്സൈഡിന്റെ ഇന്നത്തെ അളവ്. ആർക്ക് വേണോ ഗൂഗിളിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്യാം, കാർബൺ ഡയോക്സൈഡ് ടുഡേ. ഈ ഹവായിയൻ ഐലൻഡിലെ വൺ ഓഫ് ദി ഐലൻഡ്സിലാണ് ഈ പറഞ്ഞ മെഷർമെന്റ് നടത്തുന്നത്. അത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ
ഒരു ലബോറട്ടറിയിലെ ഒരു കീലിംഗ് എന്നൊരു പ്രൊഫസറാണ് ആദ്യം സ്ഥാപിച്ചത് 53-ലോ മറ്റോ. അന്ന് തൊട്ട് ഇന്ന് വരെ തുടർച്ചയായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു ലബോറട്ടറിയാണ്. ആ നമ്പറാണ് നമ്മുടെ ക്ലൈമറ്റ് മോഡലിങ്ങിനെല്ലാം ഉപയോഗിക്കുന്നത്. എന്താണ് ഈ 1.4 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടിയുള്ള കുഴപ്പം? ഞങ്ങള് കേരള യൂണിവേഴ്സിറ്റിയിലെ പഴയ കാലത്ത് 92-ലെ ഒരു റിസർച്ച് സ്റ്റഡി ഉണ്ടായിരുന്നു, മിനിസ്ട്രി ഓഫ് എൻവയറൺമെന്റ്. അന്നത്തെ മിനിസ്ട്രി ഓഫ് എൻവയറൺമെന്റ് ഉപദേഷ്ടാക്കളുടെ ധാരണ തന്നെ ഈ പറയുന്ന സീ ലെവൽ റൈസ് കോസ്റ്റൽ സോണിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. കോസ്റ്റൽ സോൺ മാത്രമല്ല, ഷോർ ലൈൻ ആൻഡ് ബാക്ക് ഷോറിനെ ബാധിക്കുകയുള്ളൂ. ഇന്ന് മുഴുവൻ മാറി. നാഗ്പൂരിലും ഈ പ്രശ്നം വരും. അതായത് നമ്മുടെ പശ്ചിമഘട്ടം, ഇടനാട്, തീരപ്രദേശം, കേരളത്തെ ആണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രദേശത്ത് മുഴുവൻ ഈ സാധനം വരും. അതെന്താണ് പോംവഴി? അതായത് അസസ്മെന്റ് റിപ്പോർട്ട് 6 എന്ന് പറഞ്ഞിട്ട് ഈ IPCC എന്നൊരു വോളണ്ടറി ഓർഗനൈസേഷൻ, അതില് ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു 3-4 വർഷം മുമ്പ് പച്ചൂരി എന്ന് പറഞ്ഞ TRI ഡൽഹിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. വേറെ പ്രത്യേക ചില കാരണങ്ങളാൽ റിസൈൻ ചെയ്തു. എന്നാലും ഈ സംഘടനയുണ്ട്. അവര് 93-ലോ മറ്റാണ് സ്ഥാപിതമായത്. യുണൈറ്റഡ് നേഷന്റെ ഓസ്പിസസിലാണ് ഈ സംഘടന വരുന്നത്. 6ഓളം റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്തു. 6ാമത്തെ റിപ്പോർട്ട് കഴിഞ്ഞ ഈ വർഷം ഓഗസ്റ്റില് യുണൈറ്റഡ് നേഷൻസിന് സമർപ്പിച്ചു. അതില് വരച്ച് അത് 3 ഭാഗമാണുള്ളത്. ഒരു ഭാഗം ഫോർ ഹെഡ്സ് ഓഫ് നേഷൻസ് ആൻഡ് സ്റ്റേറ്റ്സ്, അവരുടെ അറ്റൻഷനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം ഗ്ലാസ്ഗോ എന്ന് പറയുന്ന ബ്രിട്ടനിലെ ഒരു ടൗണില് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് നേഷൻസ് മീറ്റ് ചെയ്യാണ്. അത് പറയുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 26 എന്ന് പറഞ്ഞാൽ 26ാമത്തെ പ്രാവശ്യം കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടത്തുകയാണ്. എന്താണ് പ്രശ്നം? അവരവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് 420 താഴോട്ട് കൊണ്ടുവരാം. കാരണം ഒരു വർഷം 40 ബില്യൺ ടണ്ണ് കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ വമിക്കുന്നത് ലോകം മുഴുവൻ. ഇന്ത്യയുടെ സ്ഥാനം നാലാമത്തെ പ്ലേസിലാണ് ഇന്ത്യ എങ്കിലും കാർബൺ എമിഷനില്. നമ്മളെ കാർബൺ എമിഷനിൽ 4ാമത്തെ സ്ഥാനമാണെങ്കിൽ പോലും അമേരിക്ക 1, ചൈന 2, യൂറോപ്യൻ യൂണിയനോ മറ്റോ 3, 4ാമത്തെ ജപ്പാൻ 3, നമ്മൾ 4. ഈ ജപ്പാനും നമ്മളുമായിട്ടുള്ള അകലം എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ. അതായത് ജപ്പാൻ ഫോർ എക്സാമ്പിൾ 10 ടൺ പെർ ക്യാപിറ്റ എമിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ 1 ടണ്ണേ കാണുള്ളൂ. അതാണ് ഈവൻ ദെൻ ഈ പറയുന്നത് മുഴുവൻ ജപ്പാനും എമിറ്റ് ചെയ്താലും പിന്നെ ചൈന എമിറ്റ് ചെയ്താലും നമ്പർ 1 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എമിറ്റ് ചെയ്താലും ഇത് ബാധിക്കുന്ന നമ്മളെ എല്ലാവരെയുമാണ്. പ്രത്യേകിച്ചൊരു കാര്യം കൂടെയുണ്ട്. നമ്മള് ഈ അതിവൃഷ്ടി വരുന്നത് ഒരു പുതിയ സംഭവം അല്ലാന്ന് ഇപ്പൊ കരുതേണ്ട സമയം കഴിഞ്ഞുപോയി. അതുകൊണ്ട് ചെയ്യേണ്ടത് നമ്മുടെ ഭൂവിനിയോഗം, ലാൻഡ് യൂസ് വളരെ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ടത്. യെസ്, ഡോക്ടർ ത്രിവിക്രംജി, ശാസ്ത്ര സത്യങ്ങളാണ്, നഗ്നമായ ശാസ്ത്ര സത്യങ്ങളാണ് താങ്കൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ശാസ്ത്രാവബോധക്കുറവാണ്, ഇക്കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും അറിവില്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ താങ്കൾ അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റ് അതിഥികളിലേക്ക് കൂടി പോകുന്നതിന് മുമ്പ് ഒരു ഇടവേള കൂടി എടുക്കുന്നു. ഉടൻ തിരിച്ചെത്താം.